Hi friends, welcome back to Ella's Kitchen and Beyond. Christmas ഒക്കെ ഇങ്ങ് എത്തി അല്ലേ? ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? കേക്ക്, പ്രത്യേകിച്ചും പ്ലം കേക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്ലം കേക്കാണ്. അതിന് കുറച്ച് പ്രിപ്പറേഷൻ ഒക്കെ ആവശ്യമുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല. സാധാരണ നമ്മൾ ഈ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കുറേ നാൾ മുമ്പേ നമ്മൾ സോക്ക് ചെയ്യണം. അതായത് ബ്രാൻഡി അല്ലെങ്കിൽ റമ്മിലൊക്കെ സോക്ക് ചെയ്യണം. പക്ഷേ ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ച് ജ്യൂസിനകത്ത് സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് ഉപയോഗിച്ചാണ്. ഇതിന് കുറേ നാൾ മുമ്പൊന്നും സോക്ക് ചെയ്യേണ്ട, നമ്മൾ തലേദിവസം സോക്ക് ചെയ്താൽ മതി. അപ്പം തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് പ്ലം കേക്കിന് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അത് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം. ഞാനിവിടെ ആദ്യമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് റേസിൻസ്, അതായത് ഉണക്കമുന്തിരിയാണ്. ഇതൊരു 1/4 കപ്പാണുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പ്രൂൺസ്, അതായത് ഡ്രൈ പ്ലംസ്, അത് തന്നെയാണ് പ്രൂൺസ്. അതും ഒരു 1/4 കപ്പ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് അത്തിപ്പഴമാണ്. അത് അവൈലബിൾ ആണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതും ഒരു 1/4 കപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇത് ഡേറ്റ്സ് ആണ്. ഇതും 1/4 കപ്പാണ്. അതും ചെറുതായിട്ട് അരിയണം. പിന്നെ ഇത് കാൻഡിഡ് ഓറഞ്ച് പീലാണ്. അത് ഓറഞ്ചിൻ്റെ തൊലി, അതിങ്ങനെ ഷുഗർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്കിവിടെ കടയിൽ അതുപോലെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് സോക്ക് ചെയ്യാനുള്ള കുറച്ച് ഓറഞ്ച് ജ്യൂസ്. ഇത് ഫ്രഷ് ആയിട്ട് സ്ക്വീസ് ചെയ്ത ഓറഞ്ച് ജ്യൂസാണ്. ഇത് 1 കപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് അത് സോക്ക് ചെയ്യണം. ഇത് ഞാൻ ഒരു ദിവസം മുമ്പേ ഇത് ചെയ്ത് വെച്ചിരുന്നു, എന്നാലാണ് ഇത് റെഡിയായി വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ജ്യൂസ് ഒഴിച്ചിട്ട് നോക്കുക, അതിൻ്റെ ലെവലാകുന്നത്, അതിൻ്റെ മുകളിലെത്തുന്ന വരെ ഒന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അത് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ ആ മുഴുവൻ ജ്യൂസ് ഒഴിച്ചു. അപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ, നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ മുകളിൽ ഒരു ലെവലായിട്ട് അതിൻ്റെ ജ്യൂസ് കിടക്കണം. അപ്പോഴാണ് സോക്ക് ചെയ്ത് നന്നായി വരുന്നത്. ഇപ്പോൾ അത് നമ്മൾ പിറ്റേ ദിവസമായപ്പോൾ ഇതുപോലെ നന്നായി സോക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ അടുത്തായിട്ട് ചെയ്യുന്നത് ഷുഗർ കാരമലൈസ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിനകത്തേക്ക് ഞാൻ 1 കപ്പ് ഷുഗർ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ അത് ഇച്ചിരി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഷുഗർ കാരമലൈസ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതുകൊണ്ടോ അത് പതുക്കെ ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിമൊക്കെ ഈ സമയത്ത് ചെറുതായിട്ട് കൂട്ടി വെക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇങ്ങനെ അത് സ്റ്റേജസ് മാറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ മെൽറ്റായി വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. അതുപോലെ നല്ല ഡാർക്ക് കളറാകണം, പക്ഷേ കരിഞ്ഞു പോകാതിരിക്കുകയും ചെയ്യണം. അപ്പം അത് നമ്മൾ ഈ സമയത്ത് അതിൻ്റെ ഫ്ലെയിം ഒന്ന് താത്തി വെക്കണം. ഇപ്പോൾ നമുക്ക് കാണാമല്ലോ, അത് ഇങ്ങനെ പതഞ്ഞു വരും. ആ സമയത്ത് നമ്മളത് സ്റ്റവ് ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം അതങ്ങ് മാറ്റി വെക്കണം. ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കരുത് കേട്ടോ, നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കണം. അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ അതെല്ലാം കൂടെ അങ്ങ് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ചൂടുള്ള കുറച്ച് വെള്ളം അങ്ങ് ഒഴിക്കണം. ഇത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് പിന്നെ ഒന്നുകൂടെ ഒന്ന് ഓൺ ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് തിക്കാകണം. അത്രയും സമയം നമ്മളത് കൂർക്കണം. ഇത് നമ്മുടെ കാരമലൈസ്ഡ് ഷുഗർ തണുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥയാണിത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ്. പിന്നെ കുറച്ച് ബട്ടർ വേണം. ഇത് ഒരു 2 സ്റ്റിക്ക് ബട്ടറിന് ഈക്വൽ ആയിട്ടുള്ളതാണ്, അതായത് ഒരു 227 ഗ്രാം. ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിന് പകരം 1 കപ്പ് ഓയിൽ ഉപയോഗിച്ചാൽ മതി. പിന്നെ നമുക്ക് 4 മുട്ട വേണം. അത് റൂം ടെമ്പറേച്ചർ ഉള്ളത് തന്നെ വേണം. ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ നേരത്തെ പുറത്തെടുത്ത് വെക്കണം. പിന്നെ ഇത് 2 കപ്പ് ബ്രൗൺ ഷുഗർ പൊടിച്ചതാണ്. ഇത് ലൈറ്റ് ബ്രൗൺ ഷുഗറാണ്. നമുക്ക് ഡാർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാരണ ഷുഗർ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ഇത് 1 ടീസ്പൂണാണ്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കാരമലൈസ്ഡ് ഷുഗറാണ്. ഇത് നന്നായി തണുത്തതിന് ശേഷം വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. പിന്നെ നമ്മൾ കുറച്ച് നട്ട്സ് വേണം. ഞാനിവിടെ കുറച്ച് ആൽമണ്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 1/4 കപ്പ് ആൽമണ്ടാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് കാഷ്യൂസ് വേണം, സെയിം എമൗണ്ട് 1/4 കപ്പ്. ഇത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ലെമൺ സെസ്റ്റാണ്. അതൊരു 1 ടീസ്പൂണാണ് ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് സ്പൈസസ് ആണ്. അതിന് 1 കഷ്ണം സിനമൺ, 3 ഏലക്ക, പിന്നെ 10 ഗ്രാമ്പു, ഇത്രയും ഞാനിവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നട്ട്മെഗ്, അതായത് ജാതിക്കയുടെ പൊടിയാണ്. അത് ഉപയോഗിക്കുന്നത് 3/4 ടീസ്പൂണാണ്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി വേണം. ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങിയാലോ. അതിനാദ്യം ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ഒരു മിക്സറിനകത്തോട്ട് ഇട്ട് കൊടുക്കണം.
ഇത് ഞാനിവിടെ സ്റ്റാൻഡ് മിക്സറാണ് ഉപയോഗിക്കുന്നത്. ഇതില്ലെങ്കിൽ നമുക്ക് ഹാൻഡ് വിസ്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിക് വിസ്ക് ഉപയോഗിക്കാം. എന്തുപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത് ഉപയോഗിക്കരുത്. കുറച്ച് നേരം നമ്മൾ പുറത്തെടുത്ത് വെക്കണം. അപ്പോൾ അത് ബട്ടറൊക്കെ നന്നായിട്ട് മിക്സായി ആ സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഷുഗർ കുറേശ്ശെ അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കരുത്. കുറച്ചിട്ട് കൊടുത്ത് അതൊന്ന് മിക്സ് ആയതിന് ശേഷം വേണം നമ്മൾ പിന്നീട് ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ മുഴുവൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ കൊടുക്കണം. ഇത് മിക്സ് ചെയ്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റ് കളറായി വരും. ആ സമയം വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ അതിൻ്റെ സൈഡിൽ നിന്നൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ എന്തെങ്കിലും മിക്സ് ചെയ്യാത്തതുണ്ടെങ്കിൽ അതൊന്ന് മിക്സ് ആകാൻ വേണ്ടിയാണ്. ഇപ്പോൾ കൊണ്ട് അതിൻ്റെ കളറൊക്കെ നല്ല ലൈറ്റ് കളറായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മുടെ പൊടികളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോറിനകത്തോട്ട് നമ്മുടെ സ്പൈസ് മിക്സും നട്ട്മെഗും എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണം. അത് ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറോട് ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ പ്ലം കേക്കിനകത്ത് ബേക്കിംഗ് സോഡ ഉപയോഗിക്കത്തില്ല കേട്ടോ. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഇങ്ങനെ ഒരു സ്ട്രെയിനറിനകത്തേക്ക് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അത് നന്നായിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ അരിച്ചെടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചെറിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. നമ്മുടെ ബട്ടറും ഷുഗറും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ട ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുമ്പോൾ ഒരെണ്ണം ഒരു സമയത്ത് അങ്ങനെ ചേർക്കാവുള്ളൂ. എല്ലാം കൂടെ ഒന്നിച്ച് ചേർക്കരുത്. ഒന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മുടെ 4 മുട്ടകളും ഇതുപോലെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുട്ടയെല്ലാം തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഷുഗർ കാരമലൈസ് ചെയ്തത് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ കാരമലൈസ്ഡ് ഷുഗർ നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ, കാരമലൈസ്ഡ് ഷുഗർ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ചെയ്തത് കണ്ടോ. ഇതാണ് നമ്മുടെ പ്ലം കേക്കിന് കളർ കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുക്കണം. ഇതുപോലെ നമ്മൾ പൊടി മുഴുവൻ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സൈഡിലൊക്കെ കുറച്ച് പൊടി ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം സ്ക്രേപ്പ് ചെയ്ത് അതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർക്കാനുള്ള സമയമാണ്. നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ഈ സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കണം. ഫ്രൂട്ട്സ് ഇട്ടതിന് ശേഷം നമ്മുടെ നട്ട്സോട് ഇട്ട് കൊടുക്കാം. നട്ട്സ് നമ്മൾ സോക്കൊന്നും ചെയ്യരുത്, അതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഈ നമ്മുടെ കാഷ്യൂ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആൽമണ്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതും ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്താണോ അത് നമ്മൾ ഉപയോഗിക്കാം. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ആ ലെമൺ സസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ നാരങ്ങയുടെ പുറത്തെ തൊലി നമ്മൾ ചുരണ്ടി എടുത്താണിത്. അത് ഞാൻ പറഞ്ഞില്ല 1 ടീസ്പൂണാണെന്ന്. അതുകൊണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി റഫായിട്ട് നമ്മൾ മിക്സ് ചെയ്യരുത്. ഇതുപോലെ പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോഴാണ് നമ്മൾ കേക്ക് ഉണ്ടാകുമ്പോൾ നന്നായിട്ട് ഇരിക്കുന്നത്. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബേക്കിംഗ് പാനിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഈ സമയത്ത് ഞാനൊരു ബേക്കിംഗ് പാനിനകത്ത് കുറച്ച് ബട്ടർ പേപ്പർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് ബട്ടർ തേക്കുക. അതിന് മുകളിൽ പാർച്ച്മെൻറ്റ് പേപ്പർ വെക്കുക. പിന്നെ ആ സൈഡിലും കുറച്ച് പാർച്ച്മെൻറ്റ് പേപ്പർ വെക്കണം. ആ സൈഡിലും കൂടെ വെക്കുമ്പോഴാണ് നമ്മൾ കേക്ക് ഉണ്ടായി വരുമ്പോൾ അത് കരിയാതൊക്കെ ഇരുന്നോളും, നല്ലൊരു ടെക്സ്ചറിലിരിക്കും. നമ്മൾ എടുത്തു വെച്ചിരുന്ന ബാറ്റർ മുഴുവനും ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അത് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളൊക്കെ ഒന്ന് ലെവൽ ചെയ്യണം. അപ്പോൾ മുകൾ നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. നമ്മുടെ ഓവൻ ഈ സമയത്ത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതൊരു 350 ഡിഗ്രിയിലാണ് ഞാനിത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു 10 മിനിറ്റ്സ് ഞാനത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാഷ്യൂസ് ഇങ്ങനെ എക്സ്ട്രാ വെക്കാം, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി. അപ്പോൾ ഇത് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഇതൊരു 1.5 മണിക്കൂർ എടുക്കും ഇത് ബേക്ക് ചെയ്ത് വരാനായിട്ട്. നമ്മൾ പിന്നെ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറും ഇതുമെല്ലാം അനുസരിച്ചാണ് ഇത് ബേക്ക് ആകുന്നത്. എൻ്റേത് ബേക്ക് ആകാനായിട്ട് ഒരു 1.5 മണിക്കൂർ എടുത്തു. ഇതൊരു 10 ഇഞ്ചിൻ്റെ പാനിനകത്താണ് ഞാനിത് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇതെല്ലാം നന്നായി ബേക്ക് ആയിട്ടുണ്ട്. നമ്മളിതൊന്ന് ആറാൻ വെക്കണം. ആറിയതിന് ശേഷം മാത്രമേ നമ്മളിത് ട്രാൻസ്ഫർ ചെയ്യാവുള്ളൂ ഇതിനകത്തുനിന്ന്, നമ്മുടെ പാനിനകത്തുനിന്ന്. ഇപ്പോൾ ഇത് നന്നായി ആറിയിട്ടുണ്ട്. നമ്മളൊക്കെ അതിൻ്റെ പുറത്തുള്ള ആ ബട്ടർ പേപ്പർ നമുക്കങ്ങ് മാറ്റാം. അതിന് ശേഷം നമ്മൾ ഇത് കുറച്ച് നേരം കൂടി ഒന്ന് ആറാൻ വെക്കണം.
ബട്ടർ പേപ്പർ നമ്മളിങ്ങനെ പതുക്കെ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പോന്നോളും. അത് നല്ല ഈസി ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിയൊക്കെ കണ്ടോ നന്നായിട്ട് ഇരിപ്പുണ്ട്, ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ബട്ടർ പേപ്പർ വെക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനൊരു കുറച്ച് പൗഡർ ഷുഗർ ഇടാനായിട്ട് പോവുകയാണ്. ഇതുപോലെ തന്നെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഈ പൗഡർ ഷുഗർ ഇടുന്നത്. അതിനുവേണ്ടി ഇങ്ങനത്തെ സ്റ്റെൻസിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഓരോ ഇഞ്ചസ്. ഇത് 10 ഇഞ്ചിൻ്റെ ഒരു സ്റ്റെൻസിലാണ്. അതൊരു ക്രിസ്മസ് തീമുള്ള ഒരു ഇതാണ്, അതായത് നമ്മുടെ റെയിൻഡിയറിൻ്റെ ഒക്കെ ഒരു പടമാണ് അതിനകത്ത് കാണുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പൗഡർ ഷുഗർ എടുക്കുക, എന്നിട്ട് അതൊരു അരിപ്പയ്ക്കകത്തുകൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇത് നമ്മുടെ ഐസിങ് ഷുഗർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പൗഡർ ഷുഗർ, അതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതൊരു അരിപ്പയ്ക്കകത്തോട്ട് കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ തട്ടി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെയാണൊക്കെ നന്നായിട്ട് ആയിക്കോളും. അത് എല്ലായിടത്തും ഈവനായിട്ട് അത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റെൻസിലിങ്ങനെ എടുക്കണം. ഇപ്പോൾ തന്നെ നമുക്ക് നോക്കാം, ഇത് പതുക്കെ വേണം മാറ്റാൻ. കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. റെയിൻഡിയറൊക്കെ ഇങ്ങനെ ഓടിപ്പോവുകയാണ്, ആ ഒരു പടമാണ് നമുക്ക് കാണുന്നത്. അതോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു രസമുണ്ടല്ലോ കാണാനായിട്ട്, അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഒരു ക്രിസ്മസിൻ്റെ ഒരു സ്പിരിറ്റൊക്കെ നമുക്ക് ഈ കേക്ക് നോക്കുമ്പോൾ തോന്നും അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഡിസൈൻ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഡിസൈൻ. ഞാനിത് ആദ്യമായിട്ട് ഉപയോഗിച്ചതാണ് ഈ ഡിസൈന്. എനിക്ക് കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയി. അവരാണ് ഇത് മുറിച്ചത്. അവർക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടെന്നാണ് അവരുടെ അഭിപ്രായം പറഞ്ഞത്. എന്തായാലും നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ, ഓറഞ്ച് ജ്യൂസ് സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതെന്ന്. എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഒരു കേക്കൊക്കെ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾ ഫാമിലിയുമായിട്ട് എൻജോയ് ചെയ്യുക. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് ഉടനെ തന്നെ വേറെ വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ഫോർ നൗ.